നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് കേരള PSC മുൻ വർഷങ്ങൾ നടത്തിയ കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. ഇത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ശരിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലല്ല, വേമ്പനാട്ട് കായലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ശരിയാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം ശരിയാണ്. അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഈ 3 ഓപ്ഷനും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം. ചിമ്മിനി വരുന്നത് തൃശ്ശൂരാണ്, ചൂലന്നൂർ പാലക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3ാമത്തെ ഉത്തരം തെറ്റാണ്. അതായത് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, മലപ്പുറത്തല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഭാരതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മാംഗോ ഷവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇടമലക്കുടി. നോക്കാം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3, അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പാലക്കാടും ഇടുക്കിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കൊല്ലത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നീർവാർച്ചയുള്ള മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. അത് തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദി പെരിയാറാണ്. ബാക്കി എല്ലാ ഓപ്ഷനും ശരിയാണ്. നീള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്.